2003 ദീപാവലി സീസണിൽ റിലീസ് ചെയ്ത തമിഴ് സിനിമകളെ കുറിച്ചൊക്കെ നമ്മളൊരു എപ്പിസോഡ് ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി പുറകോട്ട് പോവാണ്. 30 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ദീപാവലി സീസൺ. അന്ന് തമിഴ് സിനിമ ബോക്സ് ഓഫീസിൽ കുലുക്കിയ കുറച്ച് സിനിമകൾ റിലീസ് ചെയ്തിരുന്നു. ആ ഒരു സിനിമകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 95 ദീപാവലിക്ക് അന്ന് 5 തമിഴ് സിനിമകളാണ് പ്രധാനമായിട്ടും റിലീസ് ചെയ്തത്. അതിലൊന്ന് രജനീകാന്തിൻ്റെ മുത്തു, കമൽഹാസൻ്റെ കുരുതിപ്പുന്നൽ, പിന്നെ നമ്മുടെ മമ്മൂക്ക അഭിനയിച്ച മക്കളാച്ചി, പിന്നെ ഇളയ ദളപതി വിജയുടെ ചന്ദ്രലേഖ, പിന്നെ നീലക്കുയിൽ എന്ന് പറഞ്ഞൊരു സിനിമ. അതൊരു മലയാള സിനിമയുടെ റീമേക്കാണ്. അത് ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ പറയാം. അപ്പോൾ ഈ 5 സിനിമകൾ അന്ന് നമുക്കറിയാം, താരങ്ങൾ രജനി കമൽ ഒരുമിച്ച് വരണമെന്ന് പറയുമ്പോൾ തന്നെ തമിഴ് പ്രേക്ഷകർക്ക് ഒരു ആഘോഷം തന്നെയാണ്. അപ്പോൾ ഈ മുത്തു എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടവർക്കറിയാം, നമ്മുടെ തേന്മാവിൽ കൊമ്പത്തിൻ്റെ റീമേക്കാണ്. 94 വിഷുവിനാണ് തേന്മാവിൽ കൊമ്പത്ത് റിലീസാവുന്നത്. അപ്പോൾ തേന്മാവിൽ കൊമ്പത്ത് കണ്ട് രജനീകാന്തിന് ഇഷ്ടപ്പെട്ടിട്ടാണ് രജനീകാന്ത് ഇതിൻ്റെ ഒരു റീമേക്ക് എന്ന രീതിയിൽ. അപ്പോൾ അന്ന് KS രവികുമാറാണ് ഡയറക്ടർ. രജനീകാന്തിനെ വെച്ച് ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ച, രജനിയായാലും കമലായാലൊക്കെ ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള ഡയറക്ടറാണ്. അപ്പോൾ അന്ന് രജനീകാന്ത് KS രവികുമാറിനോട് മുത്തുവിനെ കുറിച്ച് പറഞ്ഞത്, ഈ ഒരു സിനിമയിൽ നിങ്ങളിതിൻ്റെ ഒറിജിനൽ കാണരുത്, ഒറിജിനൽ കാണാതെ ആ ത്രെഡ് പറഞ്ഞു കൊടുത്തിട്ടാണ് രജനീകാന്ത് KS രവികുമാറിനോട് എഴുതിപ്പിച്ചതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിനിമയിൽ നമുക്കറിയാം, നെടുമുടി വേണുവാണ് അതിലൊരു ഈക്വൽ ആയിട്ടുള്ള റോള് ചെയ്തത്. തമിഴിൽ ആ റോള് ശരത് ബാബുവാണ് ചെയ്തത്. തെലുങ്കിലും തമിഴിലും മലയാളത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ശരത് ബാബുവാണ്. ശരിക്കും അന്ന് ആ റോള് ചെയ്യാൻ അരവിന്ദ് സ്വാമിനെ അപ്രോച്ച് ചെയ്തിരുന്നു. പിന്നെ നമ്മുടെ മലയാളിയായ ജയറാമിനും അപ്രോച്ച് ചെയ്തു. പക്ഷെ രണ്ടുപേരും ആ റോളന്ന് റിജക്റ്റ് ചെയ്തു. അപ്പോൾ രണ്ടുപേരും ആ റോള് റിജക്റ്റ് ചെയ്യാനുള്ള കാരണം പറഞ്ഞാൽ അതിൽ രജനീകാന്തിനെ തല്ലുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഒരു മടിയാണത്. അങ്ങനെയാണ് ആ രണ്ടുപേരും മാറിയിട്ടാണ് പിന്നെ ശരത് ബാബു വന്നത്. അപ്പോൾ ശരത് ബാബു ആകുമ്പോൾ രജനീകാന്തിനോളം തന്നെ തുല്യമായിട്ടുള്ള, അതായത് അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഇവർ ആ ഒരു ക്യാരക്ടർ ആദ്യം ജയറാമായിരുന്നെങ്കിൽ എന്തായാലും രജനീകാന്തിനെ ഒരു അനിയനെ പോലത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനെ അവർ മാറ്റുമായിരിക്കും. എന്തായാലും ശരത് ബാബു വന്നപ്പോൾ കുറച്ചൊക്കെ മാറ്റങ്ങൾ ഏജ് വൈസ് മാറ്റിയിട്ടുണ്ടാവാം. എന്തായാലും മേറമാൻ്റെ മ്യൂസിക്കും ഒക്കെ നമുക്കറിയാം. മീനെ അഭിനയിച്ചു, അതിൽ മുത്തുകവു എന്നൊക്കെ പകരം മലയാളമൊക്കെയാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ആ സിനിമ രജനീകാന്തിൻ്റെ അതുവരെയുള്ള എല്ലാ റെക്കോർഡും ബ്രേക്ക് ചെയ്ത സിനിമയാണ്. എനിക്ക് ജപ്പാനിൽ ഏറ്റവും കൂടുതൽ രജനീകാന്തിന് ഒരു മാർക്കറ്റ് ഉണ്ടാക്കി എടുത്തു കൊടുത്ത സിനിമയാണ് മുത്തു. ഇത് കണ്ട് പിന്നെ KS രവികുമാറിൻ്റെ വേറെ സിനിമകളൊക്കെ രജനീകാന്ത് ചെയ്തിട്ടുണ്ട്. എന്തായാലും പക്ഷേ എനിക്ക് തോന്നുന്നു മുത്തുവിനോളം തന്നെ അത്രത്തോളം മറ്റൊരു സിനിമകൾ പിന്നീട് സംഭവിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അതേപോലത്തെ ഒരു ലാഭം ഉണ്ടാക്കിയ സിനിമ. അപ്പോൾ അതാണ് മുത്തു തന്നെയായിരുന്നു അന്ന് ദീപാവലിക്ക് നമ്പർ 1. മുത്തു കഴിഞ്ഞിട്ട് പിന്നെ അതോടൊപ്പം തന്നെ തിയേറ്ററിലുണ്ടായിരുന്ന സിനിമ കമൽഹാസൻ്റെ കുരുതിപ്പുന്നലാണ്. കുരുതിപ്പുന്നൽ കണ്ടവർക്കറിയാം, അതൊരു പക്ക ഒരു ആക്ഷൻ, ഒരു ടെററിസവും അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. കമൽഹാസന് വളരെയധികം അതൊരു വേറൊരു ഹിന്ദി സിനിമയുടെ റീമേക്കാണ്. കമൽഹാസനൊക്കെ അത് ഇഷ്ടപ്പെട്ട് കമൽഹാസൻ PC ശ്രീരാമാണ് അതിൻ്റെ, നമ്മുടെ ക്യാമറാമാനും കൂടിയായ PC ശ്രീരാമാണ് അതിൻ്റെ ഡയറക്ടർ. കമൽഹാസൻ തന്നെയാണ് അതിൻ്റെ കോ റൈറ്ററും അതുപോലെ തന്നെ അതിൻ്റെ പ്രൊഡ്യൂസറൊക്കെ കമൽഹാസൻ തന്നെയാണ്. അതിൽ ആക്ഷൻ കിങ് അർജുൻ, അന്ന് ജെന്റിൽമാനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒരു ടോപ്പ് ഹീറോ ആയിട്ട് നിൽക്കുന്ന അർജുൻ, കമൽഹാസൻ്റെ കൂടെ ഒരു അവസരം എന്ന് പറഞ്ഞാൽ അർജുൻ ആ റോള് ഏറ്റെടുത്ത് ചെയ്തതാണ്. വേറെ കഥയോ മറ്റ് സ്ക്രിപ്റ്റ് കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. ഇഷ്ടപ്പെട്ടു, ആ ക്യാരക്ടർ കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അങ്ങനെ അർജുൻ ചെയ്തു. ഗൗതമിയായിരുന്നു അതിൽ ഒരു ക്യാരക്ടർ. നമ്മുടെ സാബ് ജോൺ എന്ന് പറയുന്ന നമ്മുടെ മലയാളിയായ റൈറ്റർ, അദ്ദേഹം ആ സിനിമയുടെ ഭാഗമാണ്. കമൽഹാസൻ്റെ വളരെ സുഹൃത്തും കമൽഹാസൻ്റെ പല സിനിമകളുടെയും ഭാഗമായിട്ടുള്ള റൈറ്ററാണ് അദ്ദേഹം. ആ സിനിമയിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിന് ഡബ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ചിയാൻ വിക്രമാണ്. വിക്രം എന്ന് ഒരുപാട് പേർക്ക് ഡബ് ചെയ്യുന്നതാണ്. അപ്പോൾ കുരുതിപ്പുന്നൽ തിയേറ്ററിൽ അത്യാവശ്യം നല്ല വിജയം തന്നെയായിരുന്നു. മുത്തു തന്നെയായിരുന്നു അന്ന് ടോപ്പായിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ മമ്മൂക്കയുടെ മക്കളാച്ചി എന്ന സിനിമ. മമ്മൂക്കയും നമുക്കറിയാം, ദളപതി എന്ന് പറയുന്ന സിനിമയൊക്കെ കഴിഞ്ഞ് നമുക്ക് ആ സമയത്ത് എല്ലാ വർഷവും നമുക്ക് ഒരു തമിഴ് സിനിമയെങ്കിലും ചെയ്തിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. അന്ന് ഫാസിലിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് മക്കളാച്ചി, പിന്നെ വേറെ കുറേ സിനിമകൾ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഇതിക്കൊണ്ട് ഒരു 2000-ന് ശേഷമാണ് പിന്നെ കുറച്ച് കുറവ്. അതുവരെ കുറച്ച് സിനിമകളൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് സൺ TV-യിലൊക്കെ ഇന്ന് നമ്മൾ പബ്ലിക് ഒപ്പീനിയനൊക്കെ നമ്മൾ കാണുമല്ലോ, നമ്മൾ പലപ്പോഴും പബ്ലിക് ഒപ്പീനിയൻ കാണുമല്ലോ. അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 96-97 കാലഘട്ടങ്ങളിൽ കുറച്ച് കോളേജ് സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെ ഇഷ്ടപ്പെട്ട ആക്ടേഴ്സ് ചോദിച്ചപ്പോൾ കുറേ പേരന്ന് അരവിന്ദ് സ്വാമി പറഞ്ഞു. അതിലൊരു സ്ത്രീ അന്ന് മമ്മൂക്കയുടെ പേരാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അന്ന് എന്താ പറയുക, അവർക്കൊക്കെ ദളപതിയൊക്കെ
മമ്മൂട്ടിയൊക്കെ കണ്ടിട്ട് മമ്മൂക്ക എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഹാൻസം ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനോട് തോന്നിയ ഒരു ആരാധനയാണ് അവരന്ന് പ്രകടിപ്പിച്ചത്. എന്തായാലും മക്കളാച്ചിയും അന്ന് തരക്കേടില്ലാതെ വിജയിച്ച ഒരു സിനിമ തന്നെയാണ്. പിന്നെ ഉള്ളൊരു സിനിമയാണ് ചന്ദ്രലേഖ, അന്ന് ഇളയ ദളപതി വിജയുടെ സിനിമ. ആ സിനിമ അന്ന് തിയേറ്ററിൽ പരാജയമായിരുന്നു. വിജയ് അന്നൊരു സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് എത്തിയിട്ടില്ല. വിജയ് എന്ന അപ്കമിങ് ഹീറോയാണ്. പിന്നെ ആ സിനിമയും അന്ന് അത്ര പ്രേക്ഷകർ സ്വീകരിക്കാത്തതുകൊണ്ട് അന്ന് ആ ദീപാവലി സീസണിൽ ആ സിനിമ വിജയുടെ പരാജയമായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നീലക്കുയിൽ എന്ന് പറയുന്നൊരു സിനിമ, ഇത് പാണ്ഡ്യരാജാണ് അതിലെ ഹീറോ. പാണ്ഡ്യരാജ് 80s നല്ല താരമൂലുള്ള ഒരു നടനായിരുന്നു. 90s ഹീറോ ആയിട്ടൊക്കെ നിന്നിരുന്നു. പിന്നെ 2000 ഒക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ക്യാരക്ടർ റോളുകളിലേക്കൊക്കെ മാറിയതാണ്. പാണ്ഡ്യരാജ് ഹീറോ ആയ സിനിമ ഡയറക്റ്റ് ചെയ്തത് ആലപ്പി അഷ്റഫാണ്, നമ്മുടെ മലയാളിയായ ആലപ്പി അഷ്റഫ്. ആ സിനിമ നിന്നിഷ്ടം എന്നിഷ്ടം എന്ന് പറഞ്ഞ് ആലപ്പി അഷ്റഫ് തന്നെ മലയാളത്തിൽ ചെയ്ത് നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച ആ സിനിമയുടെ റീമേക്ക് ആയിരുന്നു. അത് 86 നിന്നിഷ്ടം എന്നിഷ്ടം സംഭവിക്കുന്നത്. ഏകദേശം 9 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം തമിഴിൽ ആ സിനിമ ചെയ്തത്. അതിൽ പാണ്ഡ്യരാജ് അഭിനയിച്ചു, ലാലേട്ടൻ്റെ റോള്. ആ സിനിമ പക്ഷെ അന്ന് അത്ര വലിയൊരു വിജയമൊന്നും അല്ലായിരുന്നു. എങ്കിലും ആ ഒരു ദീപാവലി സീസണിൽ പ്രേക്ഷകർക്ക് എന്താ പറയുക, ഒരു വിരുന്ന് തന്നെയായിരുന്നു. കാരണം രജനി സിനിമ, കമൽ സിനിമ, യൂത്തിന് വേണ്ടി വിജയുടെ സിനിമ, എല്ലാം കൊണ്ടും എല്ലാ ഓഡിയൻസിനെയും തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള സിനിമകൾ ഇറങ്ങിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതായിരുന്നു 95 ദീപാവലി സീസൺ. 30 വർഷമായി. ഇപ്പോൾ മുത്തുമൊക്കെ ഇപ്പോഴും നമ്മളൊക്കെ എന്താ പറയുക, രജനീകാന്തിൻ്റെ സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ പാട്ടുകളും ഈ മുത്തൂലെ സീൻസൊക്കെ നമുക്ക് ഇന്നും ഫേവറേറ്റ് ആണ്. തേന്മാവിൽ കുമ്പത്ത് പോലെയുള്ള കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. രജനി എന്ന് പറഞ്ഞ സൂപ്പർ സ്റ്റാറിന് വേണ്ടി ഒരു വേറെ തരത്തിലോട്ടൊക്കെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് ആ ഒരു സിനിമയൊക്കെ കെ.എസ്. രവികുമാർ. എന്തായാലും ദീപാവലി സീസണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ദീപാവലി വരാറായി. തമിഴിലും കുറേ സിനിമകൾ ഈ വർഷം ഇറങ്ങുന്നുണ്ട്. എന്തായാലും ദീപാവലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോൾ 2003 ദീപാവലിയും 95 ദീപാവലിയൊക്കെ പറഞ്ഞ പോലെ ഓരോ എന്താ പറയുക 10 വർഷം 20 വർഷം മുമ്പത്തൊക്കെ ദീപാവലിയിലെ പല ഹിറ്റ് സിനിമകളെ കുറിച്ചൊക്കെ ഇതേപോലെ കുറേ കഥകളുണ്ട്. എത്ര എപ്പിസോഡ് പറഞ്ഞാലും തീരില്ല. എന്തായാലും മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ദീപാവലി സീസണിനെ കുറിച്ച് ഉള്ള സിനിമകളെ കുറിച്ചൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം.